ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ എണീറ്റ് കുറച്ച് നേരമായി. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് വിശേഷം വീണ്ടും കാണേ. അപ്പം ഞാൻ അങ്ങനെ കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാ കുളിയൊക്കെ കഴിഞ്ഞു ഇറങ്ങി കേട്ടോ. പിന്നെ എണീറ്റിട്ട് കുറേ നേരം ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ വിളക്ക് വയ്ക്കാൻ പറ്റില്ല, കുറേ നേരം ടൈമായിട്ട് കേട്ടോ. എൻ്റെ കണ്ണേട്ട കുളിക്കാൻ വേണ്ടി പോവാണേ. പോയി കുളിച്ചിട്ട് വരും. അപ്പോൾ അങ്ങനെ കണ്ണേട്ട കുളിക്കാൻ പോയി. അപ്പോഴേക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളന്ന് എഗ്ഗാണ് കേട്ടോ. എഗ്ഗ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പഴം ഞങ്ങൾ ആദ്യം തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാഗിയും കൊണ്ട് പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയായി. അങ്ങനെ ഞാൻ അന്ന് മുടിയൊക്കെ ഒന്ന് വേറെ എടുത്ത് കെട്ടിയതാക്കി കേട്ടോ. പിന്നെ ഇതാ എല്ലാം പഴമൊക്കെ എടുത്തിട്ട് മേശപ്പുറത്ത് വയ്ക്കാൻ വിചാരിച്ചു. കണ്ണേട്ടൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് എല്ലാം റെഡി ആവണം. ആൾക്ക് പിന്നെ അങ്ങനെയൊക്കെയാണ്, എല്ലാം കുളിച്ച് വരുമ്പോഴേക്ക് ഫുഡ് റെഡി ആവണം. അപ്പം ഞാൻ പഴമൊക്കെ ആദ്യം എണീറ്റ വഴിക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്ന് ഇതാ മേശയമ്മ കൊണ്ട് വയ്ക്കുകയാണ്, എല്ലാവരും ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഓരോന്നൊരു ഞാൻ തന്നെ വന്ന് ചെയ്യണം. മാലു ഇതങ്ങനെ വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നാലെ നടക്കണമൊക്കെ ഉണ്ട്, പക്ഷെ പണിയൊന്നും ചെയ്ത് തരുന്നൊന്നുമില്ല. അങ്ങനെ എന്താ മേശപ്പുറത്ത് പ്ലേറ്റും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ണേട്ടന് ഇന്ന് പാലില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കണ്ണേട്ടന് കട്ടൻ ചായ ഉണ്ടാക്കുകയാണ്. ഞാനും മാലും പിന്നെ ചായ കുടിക്കുന്നില്ല. അപ്പോൾ കണ്ണേട്ടന് മാത്രമുള്ളത് കുറച്ച് ഉണ്ടാക്കുകയാണ്. അങ്ങനെ അതൊക്കെ തിളപ്പിച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആൾക്ക് പിന്നെ ഒട്ടും ചൂട് പറ്റില്ല. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ഇതാക്കും വേണം, നല്ല ചൂടാറണം. കുഞ്ഞു കുട്ടികളെക്കാട്ടിലും കഷ്ടമാണ്, ചൂട് തീരെ പറ്റില്ല. അപ്പം നല്ല ഇതാക്കിക്കൊണ്ട് ഞാൻ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതൊക്കെ എൻ്റെ എല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കിതാ കണ്ണേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിതാ ആൾ പുറത്തേക്ക് സുന്ദരനായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കണിട്ട് സുന്ദരനായിട്ട് ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് അത്ര. അങ്ങനെ എല്ലാം കഴിഞ്ഞിതാ കുറി ഇടുക കേട്ടോ. അത് പിന്നെ ദിവസം കുളി കഴിഞ്ഞ് ആദ്യം കുറി ഇടും. അത് പിന്നെ ഒരു ദിവസം പോലും മുടക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ ചായ കുടിക്കാൻ കണ്ണേട്ട ഇരുന്നു, ഞാനും ഇരുന്നിട്ടുണ്ട്. മാലും ഇപ്പുറത്തുണ്ട് കേട്ടോ. എന്താ ചായ കണ്ണേട്ട അവിടെ എന്ത് ചായ? ഇവിടെ മനസ്സിലാക്കണം, പാല് വാങ്ങി ചായ കൊടുക്കാനിട്ടുള്ള പ്രതിഷേധമാണ് ഗൈസ്. അങ്ങനെ ഇതാ അപ്പോൾ ഉച്ചത്തേക്ക് ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് ആളിതാ വണ്ടിയൊക്കെ എടുത്തിട്ട് പോവാൻ റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേണ്ട കാര്യം 1-2 സാധനങ്ങളെ വേണ്ടുള്ളൂ, ബാക്കിയൊക്കെ ഇവിടെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ആൾ ഗേറ്റൊക്കെ തുറന്ന് വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ്. ആൾക്ക് പിന്നെ കടയ്ക്ക് പോണ സമയത്ത് അപ്പം പറയണം, പിന്നെ നമ്മൾ പിന്നീട് ഒന്ന് വിളിച്ച് പറയാനൊന്നും പറ്റില്ല കേട്ടോ. എന്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയും കിട്ടില്ലല്ലോ. അങ്ങനെ ഇതാ വണ്ടിയൊക്കെ എടുത്ത് ആളിതാ പോയി. ആ പോയ സമയത്ത് ഞാൻ വേഗം ക്ലീൻ ചെയ്യാച്ചിട്ടാ. അങ്ങനെ വേഗം ഞാൻ അടിച്ചോരലും തുടയ്ക്കലിനൊക്കെ പരിപാടിയാണ്. മാലും അച്ഛനൊന്നും ഒന്നും ചെയ്തു തരുന്നില്ല. ഞാനിക്കല്ലാതെ തന്നെ വെയ്യ, അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് മെല്ലെ കടന്നിങ്ങനെ ഓരോന്ന് ചെയ്യുക കേട്ടോ. പിന്നെ അത് ഞാൻ ദിവസവും ക്ലീൻ ചെയ്യും കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒന്നരാട് പറയുമ്പോൾ അങ്ങനെ ആൾ ചവിട്ടി ചളിയാക്കാനൊന്നും ആളൊന്നും ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് ദിവസവും ക്ലീൻ ചെയ്യണം. പിന്നെ എനിക്ക് പിന്നെ പുല്ലും ചൂലൊന്നും പറ്റില്ല. എനിക്ക് നമ്മൾ തെങ്ങിൻ്റെ ഓലയും കൊണ്ട് ഉണ്ടാക്കിയ ചൂല്, അത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ അമ്മ വരുമ്പോൾ അമ്മ ഉണ്ടാക്കി തരും കേട്ടോ. അങ്ങനെ ആ ചൂല എനിക്ക് പറ്റുള്ളൂ, അതുമല്ലേ എനിക്ക് നന്നായിട്ട് ഇതാവുള്ളൂ. അങ്ങനെ അതാ തുടയ്ക്കണമുണ്ട്. ഞാനിങ്ങനെ വേഗം വേഗം തുടയ്ക്കുകയാണ്. കണ്ണേട്ടൻ ചിക്കൻ കൊണ്ട് വരുമ്പോഴേക്ക് നമ്മളുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിക്ക് നിൽക്കാമല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇതാ ക്ലീനിങ്ങൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഒരാൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് സഹായിക്കണമൊന്നും ഇല്ല ഇനി. പിന്നെ അപ്പോഴേക്കും ഇതാ കണ്ണേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളിതാ വന്ന് വണ്ടിയൊക്കെ സൈഡാക്കി ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. നാളുടെ ഒരു റെസിപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്, സൺഡേ അല്ലേ അങ്ങനെ പറഞ്ഞ് ചിക്കനും മല്ലിയിലയും മേടിക്കാനുണ്ടായിരുന്നു. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നു ഗൈസ്. ഇതാ ഫ്രിഡ്ജിൽ തപ്പണുണ്ട്. ആൾ പിന്നെ മസാല ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ മസാലപ്പൊടികൾ ഇടുകയെന്ന് ആൾക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ ഇതാണ്. പക്ഷേ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആദ്യമൊന്നും കണ്ണേട്ടന് എരിവൊന്നും അത്ര പറ്റുണ്ടായിരുന്നില്ല.
അപ്പോൾ നല്ല എരിവൊക്കെ കൂട്ടും. പിന്നെ എൻ്റെ അടുത്ത് പറയാണ് വേഗം പോയി ചിക്കൻ കഴുകി തായോ പറഞ്ഞു. ഞാൻ പറയാം കുക്ക് ചെയ്യുന്ന ആൾക്കാരനെ ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ എടുത്ത് ഇതാക്കിയിട്ട് കവറിൽ നിന്നൊക്കെ എടുത്ത് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ അൽഫാമിന് ഉണ്ടാക്കും പോലെ 4 പീസല്ല കേട്ടോ, നമ്മൾ 8 പീസാക്കും, ഒന്നും കൂടി ചെറുതാക്കും. അങ്ങനെ അതൊക്കെ എടുത്ത് ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. കുറച്ച് സുർക്കയൊക്കെ ഒഴിച്ച് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കാണിക്കാൻ വിട്ടുപോയതാണേ. പിന്നെ അത് അപ്പയ്ക്ക് ഇവിടെ മസാല റെഡിയാക്കുന്നുണ്ട്. ഞാൻ ചിക്കനിൽ നിന്നുള്ള ഓരോ വേസ്റ്റൊക്കെ കട്ട് ചെയ്തോളാം. എനിക്ക് ചിക്കൻ അത്രയും ഭയങ്കര വൃത്തിയാണ്, ഞാൻ എത്ര കഴുകിയാലും മതിയാവില്ല. അങ്ങനെ വീണ്ടും വീണ്ടും കഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മതി എന്നൊക്കെ ഇവിടെ നിന്ന് പറയണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം നല്ല വൃത്തിയാവട്ടെ. അതിൻ്റെ ബ്ലഡിൻ്റെ എവിടെ കാണുമ്പോൾ എനിക്കിങ്ങനെ എന്തോ ഒരു പോലെ തോന്നുള്ളൂ. അങ്ങനെ ഞാൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ മീനിക്കൊക്കെ വരയും പോലെ അതേപോലെ ഞാൻ വരഞ്ഞു കൊടുക്കുക ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും എല്ലാ മസാലകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ മസാലകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണേട്ടൻ മിക്സിയുടെ ജാറിൽ ഓരോ ആ മല്ലിയില ഐറ്റംസ് എല്ലാതും വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് എന്നിട്ട് അവസാനം എന്നോട് ചോദിക്കും ഇതൊക്കെ ഇതിൽ കൊള്ളില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ജാർ എടുത്താൽ മതിയായിരുന്നു. പിന്നെ ആളെന്നെ അത് മതിയാറുണ്ട്, ആൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ ആളെന്നെ മൂപ്പര് ഒരു വെളുത്തുള്ളി പേസ്റ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു അത് നടണ്ട, ഞാൻ ഉണ്ടാക്കിയ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഉണ്ട്, അത് ഇട്ടാൽ മതിയാറുണ്ട്, അതൊക്കെ കൊടുത്തു. അപ്പോൾ അത് എത്ര ഇടണ്ട് അങ്ങനെ അളവ് കണക്കൊന്നും ഇല്ല കേട്ടോ, അവന് വാരിക്കോരി ഇടന്നെ. അപ്പം ഞാൻ മതി എന്ന് ഇപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്. അതാണ് വീണ്ടും അതിൽ എടുത്തിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് എടുത്തിടുന്നത്. അപ്പം ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ എത്ര മസാല എന്ത് മസാലകളും ഒക്കെ തട്ടിക്കൂട്ടി ഇടും. പക്ഷേ എന്തെങ്കിലും കഴിക്കാൻ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും, അതല്ലേ നോക്കേണ്ടത്. ആദ്യം കുക്കിങ്ങൊന്നും അറിയില്ല, ഞാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ മുളക് പൊടിയോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്തൊക്കെയോ വാരിക്കോരി ഇടുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് ഇത് എരിഞ്ഞിട്ട് പിന്നെ കഴിക്കാനും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ, പച്ചമുളകാണ് കൂടുതലിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ജാറിക്കാണ് വയ്ക്കുന്നത് കേട്ടോ. പിന്നെന്താ സുർക്കയും ഉപ്പും എല്ലാം ഒന്നിച്ചിട്ടാണ് ഇട്ടിട്ട് അരയ്ക്കുന്നത് ഉണ്ട്. ഇതൊക്കെ ഞാൻ നടാടെ കാണുകയാണ്. ഞാനിടുമ്പോൾ ഒക്കെ ഒന്നിച്ചിങ്ങോട്ട് ഇതാക്കും എന്നല്ലാതെ പൊടികളൊക്കെ ഞാൻ ഇതാക്കിയിടുക ചെയ്യുക. പിന്നെ മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അരയ്ക്കുക ചെയ്യുക. പിന്നെ കോഴിമുട്ട അടക്കം മിക്സിയിൽ അടിക്കുക മക്കളെ, കണ്ടില്ലേ. അങ്ങനെ ചെറുനാരങ്ങ ഒക്കെ മൂപ്പര കയ്യെത്തും ദൂരത്ത് വേണം കേട്ടോ. പിന്നെ അത് സാധനങ്ങൾ എടുത്തു കൊടുത്ത് പിന്നെ വയ്ക്കുന്ന സ്വഭാവമൊന്നുമില്ല, ഒക്കെ പിന്നെ നമ്മൾ പിന്നാലെ നടന്ന് ഇതാക്കണം. പിന്നെ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. എത്രയ്ക്ക് അളവൊന്നുമില്ല, ഒരു അതിലിങ്ങനെ ഒഴിച്ച് പോകുന്നുണ്ട് ആള്. അങ്ങനെ അങ്ങനെ മസാലയൊക്കെ വെണ്ണ പോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ കാണുന്നുണ്ട്. എരിവ് നന്നായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാണുമ്പോൾ. പിന്നെ ചിക്കൻ്റെ പീസൊക്കെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കണമൊക്കെ ഉണ്ട്. ആളെന്നെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ആൾക്ക് തന്നെ അറിയില്ല. പിന്നെ കുറച്ച് നമ്മൾ ബിരിയാണി ഇതാക്കും പോലെ ദമ്മിടും പോലെ കുറച്ചൊക്കെ ആദ്യം ഒഴിക്കുന്നുണ്ട്, പിന്നെ വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും മസാല ഒഴിക്കുന്നുണ്ട്. ഒന്നിച്ച് ചെയ്താൽ മതി. പിന്നെ ഒക്കെ തുടച്ച് ഇടുന്നുണ്ട് കേട്ടോ അതൊക്കെ. പിന്നെ നല്ലതായിട്ട് പുരട്ടി വയ്ക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞില്ലേ, അപ്പോൾ എന്തൊക്കെയാണ് വീണ്ടും തുടച്ചിടുന്നൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അവസാനം ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ആൾക്കെന്നെ അറിയില്ല ഇതിപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് തോന്നണത് കാണുമ്പോൾ. പിന്നെ അവസാനം മുളക് അത്രയും ഇതാക്കിയത് മുളക് പൊടി കിട്ടും. പിന്നെ അതിൻ്റെ പുറമെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. എന്താവും അറിയില്ല. നന്നായിട്ട് പുരട്ടി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഇത് ഞെരിഞ്ഞിട്ട് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആള് പറയുന്നത് ഇപ്പോൾ 2-3 ദിവസം മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആൾ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ അതിക്കുള്ള മസാല ഒന്നും ആവില്ല കേട്ടോ. ഏതൊക്കെയും മസാലകളൊക്കെ തട്ടിക്കൂട്ടി ഇടും. പക്ഷെ എന്ത് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ട്. ആദ്യമൊന്നും കുക്കിംഗ് അറിയില്ലായിരുന്നു, പിന്നെ ഒക്കെ പഠിച്ചെടുത്തതാണ്. അങ്ങനെ ചിക്കനൊക്കെ പരട്ടി കഴിഞ്ഞ് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കുക കേട്ടോ. ഫ്രീസറിൽ വെച്ച സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പോഴേക്കൊരു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് അനാറും ഒരു കഷ്ണം ആപ്പിളും തക്കാളിയും കുക്കമ്പറും സവോളയും പച്ചമുളകും
ഒക്കെ എടുത്തിട്ട് വേഗം കട്ട് ചെയ്ത് വയ്ക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോഴേക്ക് ചിക്കൻ അവിടെ ഫീസറിൽ നിന്ന് സെറ്റാവും ചെയ്യട്ടെ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ഞാൻ അങ്ങനെ അരിയുന്നുണ്ട്. അപ്പം ഞാൻ കല്യാണരാമനിൽ ഇവൻ പറയും പോലെ സവാള ഗിരി 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 പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, ഓരോന്നിങ്ങനെ ഇത് കഷ്ണം വെട്ടണമുണ്ട് കേട്ടോ. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ആപ്പിളും ഒക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഈ സാലഡ് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ മാലുവൊക്കെ ജിമ്മിന് പോണതൊക്കെ അല്ലേ, അപ്പോൾ അവൾക്ക് ഡയറ്റിങ്ങും അല്ലേ, അപ്പോൾ അതൊക്കെ കൂട്ടാൻ വേണ്ടി അവൾക്കൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ അവൾക്കത് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു എരിവും മധുരവും പുളിയും ഒക്കെ പാടെ ആയിട്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ ഇത്തിരി വിനാഗിരി ഒഴിക്കുന്നുണ്ട്. കുറച്ചേ പറ്റുള്ളൂ, വല്ലാതൊരു പുളിപ്പ് പാടില്ല കേട്ടോ. ഒരു തുള്ളി ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് രാത്രിയും കഴിക്കാം കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് കഴിക്കും, പിന്നെ ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ വൈകിട്ടത്തേക്കും കഴിക്കുക ചെയ്യുക. പിന്നെ കണ്ണേട്ടനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആൾ പിന്നെ അങ്ങനത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വെള്ളക്കടല വെച്ചിട്ട് ഉണ്ടാക്കണതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു മയോണൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ട തോല് കളയാം കേട്ടോ. പിന്നെ നമ്മൾ മുട്ട പച്ചക്കല്ല, ഇങ്ങനെ ഒന്നിങ്ങനെ വേവിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ഒരു അരമുറി കിഴങ്ങും ഉണ്ടായിരുന്നു, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇത്തിരി സുർക്ക ഒഴിക്കുന്നുണ്ട്, നമ്മൾ വിനാഗിരി. പിന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മയോണൈസാണ്. ഓക്കെ, ഓക്കെ സെറ്റ്. അപ്പോൾ അതങ്ങനെ നമ്മൾ ചിക്കന് ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഫ്രീസറിൽ നിന്ന് എടുത്ത് പോവാണ്. നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. ഇത്തിരി ഓയിൽ, ഒരു തുള്ളി മതി കേട്ടോ. അത് ഇതാക്കി കൊടുത്തിട്ട് അതിൽ ചിക്കൻ, ഞങ്ങൾക്ക് 3 ആൾക്ക് വേണ്ടിയിട്ടുള്ള 3 കഷ്ണം, പിന്നെ എക്സ്ട്രാ ഒരു കഷ്ണം കൂടി ഇട്ടു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇത്തിരി ഇതിൻ്റെ ചാറ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് അപ്പോഴേക്ക് അത് കുക്കറിൽ 2 വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് വേഗം ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ. ഉച്ചത്തേക്ക് ഇന്ന് ചപ്പാത്തിയാണ്. അപ്പോൾ അങ്ങനത്തെ ചപ്പാത്തിയും ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ വേഗം. കുക്കറിൽ ചിക്കൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ 2 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. അത് നോക്കിയപ്പോൾ നല്ല വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് കുറച്ച് നമ്മൾ തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷെ വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ തുള്ളി ഓയിൽ വെച്ച് കൊടുക്കണം വിചാരിച്ചാൽ, പക്ഷേ അപ്പോൾ അത് നോക്കുമ്പോൾ അതിൽ വെള്ളം നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ. പിന്നെ അതിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ചെയ്ത്, അതിലങ്ങനെ കിടന്ന് കുക്കാവട്ടെ. ഇനി അതിൽ കിടന്നൊന്ന് ഡ്രൈ ആവണ വരെ ഇതാക്കി കൊടുക്കുക. ഇപ്പം നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ തുള്ളി പോലും ഓയിലില്ല, ആ കുക്കറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഒഴിച്ചിട്ട് തന്നെ ഇല്ല. അങ്ങനെ കണ്ണേട്ട ഫുഡ് കഴിക്കുക കേട്ടോ. കണ്ണേട്ടന് ഫുഡ് ഇങ്ങനെ വാരി കൊടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരു വായ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു, ഷെയർ ചെയ്യുകൊണ്ടു. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.